ഇനി പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഇന്നലെ കേട്ട വചനങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏത് സന്ദർഭമാണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? കൃപയാൽ രക്ഷിക്കപ്പെടും. കൃപയാൽ അത്ഭുതം നടക്കും. നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കൃപയാലാണ് അത്ഭുതം നടക്കുന്നത്. എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നതോ? വിശ്വാസം ഉണ്ടാവുമ്പോൾ നമ്മൾ സംസാരിക്കണം, വചനം ഏറ്റു പറയണം. ആമേൻ. നമ്മൾ വചനം കേൾക്കുമ്പം നമുക്ക് എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും. വിശ്വാസം ഉണ്ടായാൽ എന്തുണ്ടാവും? അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. അപ്പൊ അത്ഭുതങ്ങൾ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ വചനം കേൾക്കണം. വചനം കേട്ടാൽ മാത്രം മതിയോ? നമ്മളത് മറ്റുള്ളവരോട് പറയണം. നമ്മൾ നാവെടുത്ത് മറ്റുള്ളവരോടും പറയണം, നമ്മളോടും നമ്മൾ പറയണം. നമ്മളോട് തന്നെ നമ്മൾ കർത്താവിന്റെ വചനം പറയണം. അപ്പൊ നിങ്ങൾക്ക് കർത്താവിന്റെ കൃപയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള ഒന്നും നമ്മൾ കേട്ടാൽ, ഇപ്പൊ ലോകത്തിന്റെ വാക്കുകൾ എപ്പോഴും കഴിവുള്ളവനും ആശ്രയമുള്ളവനും ഭാഗ്യമുള്ളവെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? ലോകത്തിന്റെ വാക്കുകൾ അങ്ങനെയല്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, കഴിവുണ്ടെങ്കിൽ കിട്ടും, അങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങളുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു കഴിവില്ലെങ്കിൽ നമ്മൾ പറയും അവൻ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ഇതൊക്കെ ഒരു മാനദണ്ഡമാണ്, അല്ലേ? ഒന്നെങ്കിൽ അവന് ഭാഗ്യം വേണം, അല്ലെങ്കിൽ അവൻ എന്തുണ്ടായിരിക്കണം? അവനുള്ള കഴിവ് വേണം, അതിനുള്ള പ്രാപ്തി വേണം, യോഗ്യത വേണം. ഇതൊക്കെയാണ് ലോകത്തിൽ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മാനദണ്ഡങ്ങൾ. ഈ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. കഴിവെന്ന് പറയുന്നത് ചിലപ്പം നിങ്ങൾക്കും കഴിവുണ്ടായിരിക്കാം, പക്ഷെ കഴിവിനൊത്തവണ്ണം എല്ലാം ഒത്തു വരണമെന്നില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്ന ദൈവം കഴിവും ഭാഗ്യവും നോക്കുന്ന ആളല്ല. യേശുവിന്റെ വചനം ആര് കേൾക്കുന്നു, ആര് യേശുവിൽ ആശ്രയിക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും ഓർത്തോണം, എപ്പോഴും നിങ്ങൾ നിങ്ങളോട് പറയണം, യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. കർത്താവിന്റെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും പറഞ്ഞു കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. മനസ്സ് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മടുപ്പുകളോ ശൂന്യതകളോ ഒക്കെ വരുമ്പോൾ ഉടനെ പറയണം, ഇല്ല, യേശു എന്നെ കൈവിടത്തില്ല, കർത്താവ് എന്നെ കൈവിടത്തില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് യേശു എന്നെ കൈവിടത്തില്ലെന്ന് നമ്മളോട് തന്നെ നമ്മൾ ബലപ്പെടുത്തണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ വാക്കുമാറത്തില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വചനങ്ങളെ കേൾക്കാം. പ്രധാനമായിട്ടും നമ്മൾ എഫേസ്യ ലേഖനമാണ് കേട്ടുവരുന്നെങ്കിലും ഇന്ന് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ വന്നൊരു ചിന്തയാണ്. നമ്മൾ പരിചിതമായ നമുക്ക് വചനം തന്നെയാണ്, അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ് നിങ്ങൾക്ക്? എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ ഈ കാണുന്ന വാക്യം 24-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവനോ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ബൈബിൾ എഴുതിയ സമയത്ത് പലപ്പോഴും ഇവൻ ദൈവത്തെ പറ്റി പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും യു എന്ന വാക്ക് അല്ലെങ്കിൽ ഹി എന്ന വാക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇവൻ അവനൊക്കെ ആയി പോകുന്നതാണ് പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ആ സമയത്തൊക്കെയും ദൈവമെന്നും ക്രിസ്തുവെന്നും ഒക്കെ അവിടെ നമ്മൾ ചേർക്കേണ്ടതാണ്. ഇപ്പം ഇവിടെ പറയുകയാണ്, യേശു കർത്താവിനെ പറ്റി പറയുന്നത്, യേശു കർത്താവ് എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പൗരോഹിത്യം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, പുരോഹിതന്മാർ, ദൈവത്തിൻ്റെ പുരോഹിതന്മാർ. നിങ്ങൾ കുഞ്ഞുനാളിൽ കണ്ട പുരോഹിതന്മാർ അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്ന പഠിതാക്കൾ, നിങ്ങൾ പ്രായം കൂടുന്നതനുസരിച്ച് ഇതേവരെ നമ്മൾ കണ്ട പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പദവി, അല്ലേ?
നമ്മൾ ചിലപ്പോൾ കുഞ്ഞുനാളിൽ കണ്ട പുരോഹിതൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുനാളിൽ കണ്ട പുരോഹിതന്മാരാരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ജീവനോട്? പലരും കാണത്തില്ല അല്ലേ? ചിലർ മരണപ്പെട്ടു, ചിലർ ജീവനോടെ കാണുമായിരിക്കും, ചിലർ വാർദ്ധക്യമായി കാണുമായിരിക്കും. അപ്പൊ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പദവിയാണ്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പറയുകയാണ്, യേശു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, ഏറ്റവും വലിയ പുരോഹിതൻ, ഏറ്റവും വലിയ പൗരോഹിത്യം, ഏറ്റവും വലിയ പുരോഹിതനെ പറ്റി പറയുകയാണത് യേശുവാണ്. യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാറത്തില്ല. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും ഇടയിൽ നിൽക്കുന്നയാളാണ് പുരോഹിതൻ. അതായത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നയാളാണ് പുരോഹിതൻ. നിങ്ങൾക്ക് വചനം പറഞ്ഞു തരികയും നിങ്ങളെ പഠിപ്പിക്കുകയും വചനത്തിലൂടെ ദൈവത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നയാളാണ് പൗരോഹിത്യമുള്ള പുരോഹിതൻ. എന്നാൽ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് എല്ലാ പുരോഹിതന്മാർക്കും മീതെ ഏറ്റവും വലിയ പുരോഹിതൻ യേശുവാണ്. യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത പറയുന്നത്, യേശു ക്രിസ്തുവിന് ഒത്തിരി പ്രത്യേകത ബൈബിളിൽ കാണും. യേശു ക്രിസ്തുവിനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ അത്ഭുത മന്ത്രിയായി കാണിക്കുന്നു, വീരനായ ദൈവമായിട്ട് യേശുവിനെ കാണിക്കുന്നു. ഒരേ സമയം യേശു പുത്രനാണ്, ഒരേ സമയം യേശു ദൈവമാണ്, ഒരേ സമയം യേശു മനുഷ്യനെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആളാണ് അല്ലേ? ഇപ്പൊ ക്രിസ്തുവിന് ഒത്തിരി ക്വാളിറ്റികളുണ്ട്. അതിൽ ഒരു ക്വാളിറ്റിയാണ് പൗരോഹിത്യം. യേശു പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ യേശു ദൈവം തന്നെയാണ്. യേശു പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ മനുഷ്യപുത്രനാണ്. യേശു പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രനാണ്. യേശു പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ തിമോഥെയോസിന്റെ ലേഖനം പറയുന്നു, യേശുവാണ് ഏക മധ്യസ്ഥൻ. കർത്താവിന് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്. അപ്പൊ എന്തിനാണ് ഈ ക്വാളിറ്റികൾ ഇങ്ങനെ ബൈബിളിൽ വെളിപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെയും മനുഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, നടുക്ക് നിൽക്കുന്ന ആളാണ് പുരോഹിതൻ. ഒരു പുരോഹിതന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ബ്രദറെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, മാനസികമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ഒരു വചനം പറയാനോ അങ്ങനെ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഒരു ബലമൊക്കെ ഉണ്ടാകുന്ന ഒരു തലമുണ്ട്. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതായത് നിങ്ങളുടെ വിഷയങ്ങളെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തോട് അറിയിക്കും. അതിന്റെ കാരണം നിങ്ങൾക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെയും ദൈവത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായി, ഒരു പുരോഹിതനായി, ആ സമയത്ത് ഒരു സുവിശേഷകനായി ഞാൻ നിൽക്കുന്നു. പക്ഷെ ഞാൻ എന്ന വ്യക്തി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ. പക്ഷെ യേശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാറത്തില്ല. ഞാൻ ഇരിക്കുന്നത് ഭൂമിയിലാണ്. എന്നാൽ കർത്താവായ യേശുവിനെ പറ്റി പറയുന്നു, യേശു ക്രിസ്തു മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തിരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്യം. എങ്കിലും എൻ്റെ ഉള്ളിൽ രാവിലെ നമ്മൾ എഫേസ്യ ലേഖനമാണ് കേട്ട് വന്നതെങ്കിലും, എഫേസ്യ ലേഖനമാണ് ഈ ദിവസങ്ങളിൽ സംസാരിച്ച് വന്നതെങ്കിലും പെട്ടെന്ന് ഈ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇപ്പോൾ വചനം പറയുകയാണ്, നമ്മൾ ദൈവത്തോട് നമ്മൾ അടുത്ത് വന്നത് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാ ദൈവത്തോട് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ദൈവത്തെ അറിയാം. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ അറിയാത്തതായിട്ട് ആരുമില്ല. എല്ലാവർക്കും ദൈവത്തെ അറിയാം. പക്ഷെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ ആർക്കും പറ്റത്തില്ല. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ എല്ലാവർക്കും പേടി. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ അറിയാം, പേടി എല്ലാവർക്കും. ആ ദൈവത്തിലേക്ക് ചെല്ലണമെങ്കിൽ മനുഷ്യന്റെ പാപം മാറണം, അശുദ്ധി മാറണം, ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കാൽവരി ക്രൂശിലൂടെ ദൈവത്തെയും എന്നെയും തമ്മിൽ തടസ്സമാക്കി വെച്ചിരുന്ന പാപത്തെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞിട്ട് എന്നെ ദൈവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്നെ യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി എൻ്റെ പാപം മാറ്റി എന്നെ നീതിമാനാക്കി. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുമ്പോൾ ഒരു വാക്കിങ്ങനെ പറയും, മാനവജാതിയുടെ രക്ഷകനായി യേശു ഭൂമിയിൽ വന്നു. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് എന്നെ അടുപ്പിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശക്തിയെ നാം കാണേണ്ടത്. നമുക്ക് ആർക്കും, ഇപ്പൊ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു തീ കത്തിച്ച് വെച്ചിട്ട് ആ തീയുടെ അടുക്കിലേക്ക് തീ കത്തി നിൽക്കുന്ന തീയിലോട്ട് നമുക്ക് കൈ വെക്കാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ കൈ പൊള്ളിപ്പോവും അല്ലേ? എത്ര വലിയ ശക്തനായ മനുഷ്യനാണെങ്കിലും, നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര മസിലുണ്ടെങ്കിലും,
എത്ര നിങ്ങൾക്ക് ബലമുണ്ടെങ്കിലും കത്തി നിൽക്കുന്ന തീക്കകത്തോട്ട് കൈവെക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. ഇതേപോലെയാ ദൈവം. വിശുദ്ധനാണ്, നീതിമാനാണ്. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. പാപമുള്ള മനുഷ്യൻ ചെന്നാൽ ആ സെക്കൻഡിൽ അവൻ തീർന്നു പോകും. പക്ഷെ ദൈവത്തിന് എൻ്റെ കൂടെ ഇരിക്കാൻ വലിയ ആഗ്രഹമാണ്. കർത്താവ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരൂപത്തിൽ, യേശു ക്രിസ്തുവാകുന്ന രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നിട്ട് എന്നെയും ദൈവത്തെയും തമ്മിൽ തടസ്സമായി നിന്ന, ഞാൻ ദൈവത്തോട് അടുത്ത് ചെന്നാൽ കംപ്ലീറ്റ് ഞാൻ ചാരമായി പോകും, ഞാൻ തകർന്നു പോകും. പക്ഷേ എന്നെ അടുപ്പിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ തടസ്സം നിന്ന പാപത്തെ എടുത്തു മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ദൈവവുമായിട്ട് ചേർത്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എഫേസ്യ ലേഖനം വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു. അടുത്ത ദിവസം നമ്മളത് കേൾക്കുന്നുണ്ട് ആ വാക്യം. ഈ വചനം കേട്ടിട്ട് നമുക്ക് അതിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതുകൊണ്ട് വചനം പറയാം, അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർ, ഇപ്പൊ നമ്മൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുക എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിലെ പാപമോചനത്തിലൂടെയാണ് അടുത്തിരിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നു, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ. ഞാൻ ഈ പക്ഷവാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തണം, നിങ്ങൾ യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം, കർത്താവിൽ ആശ്രയിക്കണം. എന്നെ ദൈവത്തോട് അടുപ്പിച്ചത് കർത്താവായ യേശുവിൻ്റെ കൃപയാണ്. എന്നീ വചനം കേൾക്കുന്നതോടെ ഞാൻ പറയുകയാണ്, നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ കൃപയാണ്. ഈ കർത്താവിന് നിങ്ങളെ രക്ഷിക്കുവാൻ പറ്റും. ഈ കർത്താവിന് ഇപ്പോൾ നിങ്ങളെ തകർക്കാൻ നോക്കുന്ന, നിങ്ങൾക്ക് സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന, നിങ്ങൾ പലപ്പോഴും നിങ്ങൾ തന്നെ കർത്താവെ ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും മാറാത്ത നമ്മൾ എൻ്റെ യേശുവേ എന്നെ അങ്ങ് സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കർത്താവെ അങ്ങേക്ക് ഈ കാര്യം കഴിയുമോ? കത്തി നിൽക്കുന്ന തീക്കകത്തോട്ട് കൈ ഇട്ടിട്ട് കൈ പൊള്ളാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കൈ പൊള്ളി ആരെങ്കിലും ഉണ്ടോ? തീ തൊട്ടിട്ട് കൈ പൊള്ളി ആരെങ്കിലും ഉണ്ടോ? കത്തി നിൽക്കുന്ന തീയിലോട്ട് എത്ര വലിയ കൈ ആണെങ്കിലും, നിങ്ങളിപ്പോൾ എന്നാ വലിയ നോട്ടമാണെങ്കിലും, അതിൽ കൈ വെച്ച കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കാളും ശക്തി തീക്കുണ്ടെന്നാണ്. നിങ്ങൾ കൈ വെക്കുമ്പം ആ തീ നിങ്ങൾക്കൊന്നും ഏൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തീക്കൊരു ബലമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കത്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യെ വേയിക്കുന്ന, കത്തിച്ച് കളയുന്ന ഒരു പവർ അതിനുണ്ട്. ആ പവറാണ് എത്ര വലിയ ശക്തിമാന്റെ കൈയും അവിടെ ഉരുക്കി കളയുന്നത്, കത്തിച്ച് കളയുന്നത്. തീയുടെ പവറാണ് അത്. അപ്പൊ തീക്ക് തൊട്ടാൽ വിവരം അറിയും, തീ തൊട്ടാൽ കൈ വെന്തു പോകും, കൈ പൊള്ളും. ഇത് തന്നെയാണ് ദൈവം. പാവം ചെയ്യുന്ന മനുഷ്യൻ ദൈവം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ദൈവത്തിനൊന്നും സംഭവിക്കാനില്ല, പക്ഷെ മനുഷ്യൻ തീർന്നു പോകും, ചാമ്പലായി പോകും. അതുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ടാണ് ഏതേൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി? ദൈവം ക്രൂരനായിട്ടല്ല, ദൈവം പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്ന രാശി കംപ്ലീറ്റ് ലോകത്തിൽ തീർന്നു പോയേനെ. ദൈവത്തിന് അടുത്ത് വരാൻ കഴിയത്തില്ല. അത് നിങ്ങൾ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ തീയും കൈയും, നമ്മുടെ കൈയും തീയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. പൊള്ളിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും ഒരു ദിവസം നിങ്ങൾ തീക്കകത്തോട്ട് കൈ വെച്ചപ്പോൾ കൈ പൊള്ളുന്നില്ല. ഒന്നാലോചിച്ച് നോക്കി, അങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാവിലെ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? ഒരു ദിവസം കത്തി നിൽക്കുക, തീ ഇങ്ങനെ കാളി കത്തുക, ഗ്യാസിലോ അടുപ്പിലോ എന്തോ ആയിക്കോട്ടെ, അതിലോട്ട് കൈ വെച്ചിട്ട് ആ കൈ പൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ നിലവിളിക്കും, അല്ലേ? കാര്യം എന്തുവാ? ഇതെന്തൊരു അത്ഭുതമാ! സാധാരണ കൈ ഒന്ന് ടച്ച് ചെയ്താൽ പൊള്ളിപ്പോകുന്ന സ്ഥാനത്ത് ഇന്ന് ഞാൻ കൈ വെക്കുമ്പോൾ കൈ പൊള്ളുന്നില്ല. അതിന്റെ കാരണം തീയുടെ ശക്തി കുറഞ്ഞത് കൊണ്ടല്ല, തീയുടെ ശക്തിയും നിങ്ങളുടെ കൈയും തമ്മിൽ ഇപ്പോൾ ഒരേ സ്ട്രെങ്തിലേക്ക് വന്നു. മനസ്സിലാകുന്നുണ്ടോ? അതായത് കൈ പൊള്ളാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ കൈ വന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾ നശിച്ചു പോകത്തില്ല, നിങ്ങൾ കത്തിപ്പോകത്തില്ല. അതിൻ്റെ കാരണം യേശു ക്രിസ്തു നിങ്ങൾക്ക് തടസ്സമായി നിന്ന പാപത്തെ എടുത്തു മാറ്റിയപ്പം ദൈവത്തിന് നിങ്ങളെ കെട്ടിപ്പിടിക്കാം, നിങ്ങളോട് ചേർത്ത് നിൽക്കാം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങൾ ഇനി അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരനും എന്ന് പറയാൻ കാരണം ഇപ്പം അത്രയും ശക്തിയാണ് കാൽവരി ക്രൂശിൽ യേശു വെളിപ്പെടുത്തിയത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു തീക്കകത്ത് കൈവച്ചാൽ കൈ പെട്ടെന്ന് വലിക്കുന്നതിൻ്റെ കാര്യം തീ പൊള്ളിപ്പോകുന്നുണ്ട്. ഇന്ന് കൈ വെച്ചിട്ട് അത് പൊള്ളുന്നില്ലെങ്കിൽ ദൈവത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ നശിക്കത്തില്ല. കാരണം യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തെ മാറ്റിയെങ്കിൽ വചനം പറയുന്നു ആ കർത്താവ് വെറുതെ ഇരിക്കുവല്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ ജീവിക്കുന്ന കർത്താവ്. എനിക്ക് ഈ വാക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ രക്ഷിച്ച് കർത്താവ് അവിടെ പോയി വെറുതെ ഇരിക്കുവല്ല, എന്നാൽ നീ നിന്റെ തോന്നിവാസം ജീവിച്ചു, എങ്ങനെയും ഇനി ദൈവത്തെ സന്തോഷിപ്പിച്ച് ജീവിച്ചോ എന്നല്ല. ഓരോ ദിവസവും എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റ് പറ്റാൻ സാധ്യതയുള്ളപ്പോഴും, എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോഴും, മകനെ നീ പിന്മാറിപ്പോകരുത്. ദൈവത്തിടക്കിലേക്ക് എന്നെ വീണ്ടും വീണ്ടും വലിച്ചടിപ്പിക്കുന്ന ഒരു കർത്താവ് എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി.
കർത്താവിന് വേണമെങ്കിൽ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ പാപമൊക്കെ മാറ്റി കർത്താവിനോട് പറയുകയാണ്, ഇനി കുഴപ്പമൊന്നുമില്ല, ദൈവമായിട്ടെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, ഇനി സൂക്ഷിച്ച് ജീവിച്ചോണം കേട്ടോ. ദൈവസന്നിധിയിൽ പോയിട്ട് സൂക്ഷിച്ച് ജീവിച്ചോണം, ഭയപ്പെട്ട് ജീവിച്ചോണം. ഇങ്ങനെ പറഞ്ഞൊരു വാണിംഗ് തന്നിട്ട് വേണേൽ കർത്താവിന് സ്വസ്ഥമായിട്ട് ഇരിക്കാം. പക്ഷെ കർത്താവ് അങ്ങനെ വിട്ടില്ല. കർത്താവിന് അറിയാം നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്, നമ്മൾ പിന്നെയും വീഴാൻ സാധ്യതയുണ്ട്, നമ്മൾ പിന്നെയും പിശാചിന്റെ വലയിൽ വീഴാൻ സാധ്യതയുണ്ട്, നമ്മൾ പിന്നെയും ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ പെറുപെറുത്ത് പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കർത്താവ് സ്വസ്ഥമായിട്ടിരുന്നില്ല. 25-ാം വാക്യം പറയുകയാണ്, അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചത് തന്നെ വലിയ കൃപയാ. എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്നെ വലിച്ചടിപ്പിച്ചത് വലിയ കൃപയാ. എന്നെ ഇന്ന് ദൈവത്തിൻ്റെ പൊള്ളാൻ നിൽക്കുന്ന, അഗ്നിയായി നിൽക്കുന്ന ദൈവത്തിലേക്ക് എന്നെ വലിച്ചടിപ്പിച്ച് അതേ ദൈവത്തിൻ്റെ ഒപ്പം കത്തിപ്പോകാതെ, നശിച്ചു പോകാതെ എന്നെ അടുപ്പിച്ച് നിർത്തിയത് വലിയ കൃപയാ. ബൈബിൾ പറയുന്നു, അതുകൊണ്ട് കർത്താവ് തൃപ്തനായില്ല. ഓരോ ദിവസവും എനിക്ക് ഏതെങ്കിലും ഒരു ബലഹീനത വരുമ്പോൾ, എനിക്ക് ഏതെങ്കിലും ഒരു കുറവ് വരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ദൈവത്തോട് സംസാരിക്കുക, പിതാവേ ഇവനെ കൈവിടരുത്, പിതാവേ ഇവനെ കൈവിടരുത്. നിങ്ങളെ വാക്കി ശ്രദ്ധിച്ചു നോക്കി, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പലപ്പോഴും നമ്മുടെ പരാതി അതല്ലേ, എൻ്റെ ബ്രദറെ, എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാകുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല, എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല, എൻ്റെ അയൽവക്കാർ എന്നെ മനസ്സിലാകുന്നില്ല, എനിക്ക് വേണ്ടി ഒരു മനുഷ്യൻ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പരാതി പറഞ്ഞ് സങ്കടപ്പെടുവല്ലേ. ബൈബിള് പറയുക, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഈ സദാ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ പറയുക? എല്ലാ ടൈമിലും, എവരി ടൈം. ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡും എനിക്ക് വേണ്ടി സംസാരിക്കുക. അപ്പാ ഇവനെ കൈവിടരുത് കേട്ടോ, അപ്പാ ഇവളെ കൈവിടരുത് കേട്ടോ, അപ്പാ ഇവനെ വിട്ടു കളയരുത് കേട്ടോ എന്ന് പിതാവിനോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുവാന്നേ. ഇനി പറ, നിങ്ങൾ നശിക്കുവോ ഇല്ലയോ? ഞങ്ങൾ നശിക്കില്ല. ഓർത്തില്ല, ഒരിക്കലും നശിച്ചു ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉറപ്പിച്ചോണം, നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് ഇറങ്ങും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ വിഷയങ്ങൾ മാറും. കാരണം നിങ്ങൾക്ക് വേണ്ടി പിതാവോട് പറയുക, ഇവളെ കൈവിടരുത്, ഇവനെ കൈവിടരുത്. യേശു പറഞ്ഞ പിതാവ് കേൾക്കോ ഇല്ലയോ? കേൾക്കും. കേൾക്കും. നമുക്ക് എന്നെ ഉറപ്പല്ലേ? യേശു പറഞ്ഞ, നമ്മൾ പലപ്പോഴും നമുക്കൊരു സംശയം, ഞാൻ പറഞ്ഞ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? നമുക്കിപ്പോഴും സംശയമാണ്. പക്ഷേ സംശയം ഒട്ടും വേണ്ട, യേശുവാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്, കർത്താവാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. പിതാവ് പറയും, യേശുവെ അവിടെ മര്യാദയ്ക്ക് ഇരിക്ക് എന്ന് കർത്താവിന് പറയത്തില്ല. കാര്യം പിതാവിനറിയാം, യേശു സംസാരിച്ചാൽ പിതാവിന് മാറ്റാൻ കഴിയത്തില്ല. അടുത്ത വാക്യത്തിൽ, 26-ാം വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു പുരോഹിതനെ വേണ്ടത്. ഇതേപോലെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പിതാവ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞ്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. എന്നാ വേണം പിന്നെ? ഇത്രയും വലിയൊരു ആളാ എനിക്ക് വേണ്ടി വാദിക്കുന്നത്. ഇത്രയും സ്ട്രോങ് ആയ ഒരാൾ എനിക്ക് വേണ്ടി 24 മണിക്കൂർ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. ജയിക്കും, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ ജയിക്കും. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മളെ പിശാച്, നമ്മൾ 24 മണിക്കൂറും ഈ പുള്ളി ആക്റ്റീവാണ്. നമ്മളെപ്പോലെ മടിയനല്ല പിശാച്. അവൻ പ്രവർത്തിക്കുകയല്ല, പകരം അവൻ നമ്മളിലേക്ക് ഇങ്ങനെ ഓരോ സന്ദേശം വിട്ടുകൊണ്ടിരിക്കും. ദൈവം കൈവിടും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അറിയാത്തൊരു പിടപ്പുണ്ടാവും, നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ആകുലത ഉണ്ടാവും. അയ്യോ കർത്താവേ, ശരിയാകുമോ? ഞാൻ വീണ്ടും പറയുന്നു, ഈ വചനം കേട്ടെ, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. എപ്പോഴും ഓർത്തോണം, എൻ്റെ കർത്താവ് എനിക്കുണ്ട്. എൻ്റെ കൂടെ പറ, എനിക്കൊരു യേശു കർത്താവ് ഉണ്ടെന്ന് പറ. എനിക്കൊരു യേശു കർത്താവുണ്ട്. എനിക്കൊരു യേശു കർത്താവുണ്ട്. ആമേൻ. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യേശു കർത്താവ് പറയുകയാണ്, ഈ വചനം ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയും. അപ്പോൾ യേശുവിനെ പിരിയരുത്. യേശുവിനെ പിരിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നറിയാവോ? യേശുവിനെ പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഈ ഒരു വാദം. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ യേശുവിനെ പിരിഞ്ഞൊന്നുമില്ല ബ്രദറെ, എപ്പോഴും ഞാൻ യേശു വിളിച്ച് നടക്കുന്നത്. ഇവിടെ പിരിയുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർത്താവ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്,
എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. അപ്പൊ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിനാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ കർത്താവിനെ കൂടാതെ, അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്തായിരിക്കണം? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തായിരിക്കണം? യേശു ക്രിസ്തുവിന്. ആ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എല്ലാം കഴിഞ്ഞിട്ട് ബ്രദറെ, ചിലർ പറയും, ബ്രദറെ ഞാൻ എല്ലാ സമയം നോക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് ഒരു സമയം നോക്കട്ടെ. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്, കർത്താവ് വിചാരിക്കണം എനിക്ക് ജീവിക്കണമെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ജോലിയുണ്ട്, ശരിയാണ്, ജോലി ആവശ്യമാണ്, സാമ്പത്തികം ആവശ്യമാണ്, നന്മ ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്, എല്ലാം നമുക്ക് വേണ്ടതാണ് അല്ലേ? നമുക്കെല്ലാം വേണം, നമുക്കെല്ലാം വേണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇത് വല്ലതും ഉണ്ടാവുമോ? പറ. കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ട്, ഇതെല്ലാം ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. അപ്പൊ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാനില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ പറയാം, കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളിനി ചത്ത് കിടന്ന് അധ്വാനിച്ചിട്ടും കിട്ടാത്തത് ഒന്നും ചെയ്യാതെ തന്നെ കിട്ടും. അധ്വാനിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്, അധ്വാനിക്കേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളിനി ഈ ചത്ത് കിടന്നൊക്കെ ഞാൻ പറയുന്ന വാക്ക് വേറെ ഒന്നുമല്ല. കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി തലകുത്തി മറിഞ്ഞിട്ട് നടക്കാത്തത് കർത്താവിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദൈവത്തിന് ഈസി ആയിട്ട് നിങ്ങളെ ഉയർത്താൻ പറ്റും. അത് നിങ്ങൾ ബൈബിളിൽ വ്യക്തമായി, ബൈബിളിൽ മാത്രമല്ല, ലോകത്തിൽ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം നോക്കിയാൽ മതി. നമ്മൾ കർത്താവിന് വേണ്ടി സമയം കണ്ടെത്തിയാൽ, എനിക്കറിയാവുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയപരിമിതികളുണ്ടോണ്ടാ. കർത്താവിന് വേണ്ടി നമ്മൾ വില കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി, നമ്മുടെ സമയം, നമ്മുടെ ലൈഫ്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞേക്കാം, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഈ പ്രാർത്ഥനയ്ക്കും പറഞ്ഞുകൊണ്ട് ബൈബിളും പിടിച്ചുകൊണ്ട് വന്നിട്ട് വേറെ എന്നാ കിട്ടാനാ. അവൻ ചിലപ്പോൾ കളിയാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ അവന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അവിടെ നിങ്ങൾ ഓർത്തോണം, അവൻ നാളെ നീങ്ങിപ്പോകും. നാളെ ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് കൈമലത്തി കാണിക്കാനേ കഴിയത്തുള്ളൂ. നാളെ നിങ്ങൾക്ക് വലിയൊരു ആവശ്യം വന്നാൽ ആ വ്യക്തി പറയും, എന്നെക്കൊണ്ട് ഇത് കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ, ഇവന് വേണ്ടിയാണോ ഞാൻ ആ വചനം മാറ്റി വെച്ചത്? ഇവന് വേണ്ടിയാണോ ഞാൻ യേശുവിൻ്റെ കൂട്ടായ്മ ഞാൻ മാറ്റി വെച്ചത്? നമുക്ക് അപ്പോൾ ഓർക്കാൻ കഴിയത്തില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കർത്താവിനെ വിട്ടൊരു കളിയില്ലെന്ന് പറഞ്ഞോണം. കാര്യം എനിക്ക് മുന്നോട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൂടെ നിങ്ങൾ വചനം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമൊക്കെ വായിക്കുന്ന സമയത്ത്, സുവിശേഷങ്ങളിൽ വായിക്കുന്ന സമയത്ത് കാണാൻ പറ്റും, യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ആൾക്കാർ യേശു ഒതുക്കി, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടല്ലേ എൻ്റെ പുറകെ വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കർത്താവ് എന്നെ അങ്ങനെ പറയുന്നത്, അതായത് അവർക്ക് യേശുവിനെ അല്ല വേണ്ടത്, യേശുവിൻ്റെ അനുഗ്രഹങ്ങളെ മാത്രം മതി. അപ്പോൾ അവരോട് യേശു പറഞ്ഞു, നിങ്ങൾ എപ്പോഴും അപ്പം നിന്നതുകൊണ്ടാണ് എൻ്റെ പുറകെ നടക്കുന്നത്. അതിനർത്ഥം അത്ഭുതം കാണുന്നുണ്ട്. പക്ഷേ യേശു പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, എന്നേക്കും നിലനിൽക്കുന്ന ജീവനുള്ള അപ്പത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിപ്പിൻ. യേശുവിനെ പറ്റിയാണ് പറയും, കർത്താവിനെ പറ്റി തന്നെ കർത്താവ് പറയുക. അതായത് എന്നെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്, അതൊക്കെ ബാക്കിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ അനുഗ്രഹം മതി, യേശുവിനെ വേണ്ട. എൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, അവരെല്ലാം പെട്ടെന്ന് അത് കഠിനവാക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വചനം വായിക്കണം. യേശു അന്ന് കേട്ട ആൾക്കാരെല്ലാം തിരിഞ്ഞുപോയി. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കണം, നിങ്ങൾ എന്നെ പോകാത്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുന്ന ഏറ്റവും മനോഹരമായൊരു വാക്കുണ്ട്, കർത്താവേ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകും? അവർക്ക് മനസ്സിലായി, അനുഗ്രഹമല്ല ഏറ്റവും വലിയ കാര്യം, യേശുവാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശു ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം വരും. നമ്മൾ കേട്ട വചനത്തിൽ യേശു പറഞ്ഞ വാക്യതാണ്, ഞാനാണ് മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പാണ്, എന്നിൽ വസിക്കുന്നത് കൊണ്ട് നീ ഫലം കായ്ക്കും. എൻ്റെ അർത്ഥം, നിനക്കൊരു ഫലം ഉണ്ടാകണോ? എന്നെ വസിച്ചാൽ മതി, ഞാനാണ് അനുഗ്രഹം. മനസ്സിലായോ? യേശുവാണ് അനുഗ്രഹം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകുമ്പോൾ ഇതാണ് അനുഗ്രഹം. അല്ല, അനുഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തു. എൻ്റെ കൂടെ പറ, എൻ്റെ അനുഗ്രഹം യേശു ക്രിസ്തുവാന്ന് പറ. എന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവാണ്. അനുഗ്രഹം യേശുക്രിസ്തുവാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ കർത്താവിന്റെ നിമിത്തം എന്ത് സംഭവിച്ചാലും, കർത്താവായ യേശു നിമിത്തം നമുക്ക് എന്ത് കളിയാക്കലോ ചോദ്യങ്ങളോ വന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ട, അനുഗ്രഹം യേശുവാ, ബാക്കിയൊക്കെ പുറകെ വരുമെന്നേ. കർത്താവിനെ കിട്ടിയാൽ പിന്നെ വേറെ എന്നാ വേണം? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആദ്യം വായിച്ച വാക്യം കേട്ട് നോക്കി. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ യേശു ഇല്ലെങ്കിലോ നമ്മൾ ആരെ പറഞ്ഞു വിടും? സ്വർഗത്തിൽ, ഭൂമിയിൽ ആരെ പറഞ്ഞു വിടും? അബ്രഹാമിനെ പറ്റി അവിടെ പറയും, അബ്രഹാം ഏറ്റവും വലിയ വിശ്വാസികളുടെ പിതാവാണ്, അതിനേക്കാൾ വലിയ ആളില്ല.
ബൈബിള് തന്നെ പറയും, അബ്രഹാം എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പിതാവ്. ആ പിതാവ് പോലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വകുപ്പില്ല അവിടെ. പിന്നെ ആരാ? അപ്പോസ്തലന്മാർ, അവരെ പറ്റിയും പറയുന്നില്ല. നമുക്ക് വേണ്ടി പത്രോസ്ലീഹ സംസാരിക്കുന്നുവെന്നോ നമുക്ക് വേണ്ടി പൗലോസ്ലീഹ സംസാരിക്കുമെന്നോ ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നു നമുക്ക് വേണ്ടി യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തെടുക്കുന്നവർക്ക് വേണ്ടി പൗലോസ്ലീഹ സംസാരിക്കുന്നെന്നോ പത്രോസ്ലീഹ സംസാരിക്കുന്നു അല്ല പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ആമേൻ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ഉറപ്പാണ്. ചിലപ്പോൾ എനിക്ക് ഒത്തിരി ബലഹീനതകളും കുറവുകളും ഉണ്ടായേക്കാം. ചിലപ്പോൾ ഞാൻ ഭയപ്പെട്ടേക്കാം, ഭാരപ്പെട്ടേക്കാം, സങ്കടപ്പെട്ടേക്കാം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടേക്കാം. ഏതെങ്കിലും സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കൈവിടത്തില്ല. യേശു അവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൈവിടപ്പെട്ടു പോയെന്ന് എൻ്റെ അർത്ഥം. ബൈബിൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ വാക്ക്, മനോഹരമായ വാക്ക് പറഞ്ഞിരിക്കുന്നത്, യേശു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം. യേശു മാറത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തന. 2 വർഷം യേശു ഇരുന്നാൽ 2 വർഷം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങൾ കൈവിടത്തില്ല. പക്ഷേ 3-ാം വർഷം യേശു ഇല്ലെങ്കിൽ തീർന്നവിടെ പരിപാടി. പക്ഷെ ബൈബിള് പറയുകയാണ്, അവൻ സദാ ജീവിക്കുന്നു, മാറാത്തവൻ, എന്നേക്കും ഇരിക്കുന്നവൻ. അതിൻ്റെ അർത്ഥം എന്നേക്കും യേശു ഇരുന്നാൽ എന്നേക്കും നിങ്ങൾ ഭാരപ്പെടണ്ട. ശരിയാ, നമുക്ക് പ്രയാസം വരും. ഞാൻ പറയും, ഇന്ന് കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രദറും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഒരു സിസ്റ്ററും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഒരു മനുഷ്യനും നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. സ്വർഗത്തിൽ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിതാവിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ പിടിച്ചു വാങ്ങി നിങ്ങൾക്ക് തന്നിരിക്കും. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞ് അത് വിശ്വസിക്കുന്നവര്. ആമേൻ. ചോദിക്കുന്നത് കർത്താവാണ്. ദൈവത്തോട് ചോദിക്കുന്നത് കർത്താവായ യേശുവാണ്. ആ ധൈര്യം നമുക്ക് ധാരണം. പരിശുദ്ധാത്മാവ് ഈ വചനം വ്യക്തമായിട്ട് പറയും, യേശുവാ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി വാദിക്കൂ. ഒന്നാലോചിച്ച് നോക്കി, ഈ വാദിക്കുക എന്ന് പറയാൻ എൻ്റെ അർത്ഥം ഒന്ന് അറിയാൻ പറ്റും ആർക്കെങ്കിലും? നമുക്ക് എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. എന്താ ഈ വാദിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭാഗം ചേർന്ന് പറയുക. നമ്മുടെ ഭാഗം. ഈ വാദിക്കുക എന്നുള്ള പദം നോർമലി നമ്മൾ കേൾക്കുന്ന എവിടെയാ? വാദിക്കുക, കോടതിയിലെ വാക്കാണല്ലേ. നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പക്ഷവാദിക്കുക, പക്ഷം ചേർത്ത് വാദിക്കുക, നമുക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം ആബേൽ രക്തത്തെക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എഴുതിയിട്ടുണ്ട്. സത്യമാണ്, സംസാരിക്കും, നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. നമുക്കും പലപ്പോഴും അങ്ങനെയല്ലേ, പലരും നമുക്ക് വേണ്ടി സംസാരിക്കും അല്ലേ. അയ്യോ സാറേ, ആ പയ്യനൊന്ന് ചെയ്ത് കൊടുക്കാവോ, അല്ലെങ്കിൽ ഈ സഹോദരിക്ക് വേണ്ടി അത് ചെയ്തു തരാവോ. സംസാരിക്കുക. പല രാഷ്ട്രീയക്കാരും പലപ്പോഴും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഒന്ന് ചെയ്തു കൊടുക്കാവോ. ചിലപ്പോൾ അത് തിരസ്കരിച്ചേക്കാം. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് സംസാരിക്കുക എന്നല്ല, വാദിക്കുക എന്ന. എൻ്റെ പക്ഷം ചേർന്ന് എനിക്ക് വേണ്ടി വാദിക്കുക. എന്താ വാദിക്കുന്നറിയാവോ? പിതാവോട് പറയും, പിതാവേ, ഇവൻ എന്നിൽ വിശ്വസിക്കുക, നശിച്ചു പോകാൻ പറ്റത്തില്ല കേട്ടോ. എന്നെ ആശ്രയിച്ചാ നിൽക്കുന്നത്, എൻ്റെ നാമത്തിലാണ് നിൽക്കുന്നത്, എന്നെ വിശ്വസിച്ചാ നിൽക്കുന്നത്, എൻ്റെ പേരിൽ അവൻ ചോദിക്കുന്നത്, കൈവിടാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയാ യേശു വാദിക്കുന്നത്. മനസ്സിലായോ? പിതാവിന് എന്നെ ചെയ്യാൻ പറ്റും? നിങ്ങളാണെങ്കിൽ ആ കർത്താവായ യേശുവെ എനിക്ക് രക്ഷ കിട്ടുമോ സംശയിച്ച് നിൽക്കുമോ? ധൈര്യമായിട്ട് നിൽക്കുക. നമ്മൾ യേശുവിനെ വിശ്വസിക്കുക. കർത്താവ് അങ്ങോട്ട് വാദിക്കും. പിതാവെ കേട്ടോ, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അവൾ പറയുക, അല്ലെങ്കിൽ ആ വ്യക്തി പറയുക, യേശുവാണ് എൻ്റെ ആശ്രയം, യേശുവെ അങ്ങല്ലാതെ എനിക്ക് ആശ്രയമില്ല കേട്ടോ. പലരും കളിയാക്കുക, അതിനൊക്കെ വേറെ പണിയൊന്നുമില്ലേ, യേശുവിനെ കളഞ്ഞിട്ട് പോവും, യേശുവിനെ വിളിച്ചിട്ട് എന്നെ കിട്ടാനെന്ന് പലരും കളിയാക്കുമ്പം കർത്താവ് ആ ഒറ്റ വാക്കേ പിടിച്ചോണ്ടാ പറയുന്ന ദൈവത്തോട്, പിതാവേ, എന്നെ വിശ്വസിച്ച ആ മകൾ നിൽക്കുന്നത്, എന്നെ വിശ്വസിച്ച ആ മകൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വാക്കേലാണ് അവൻ നിൽക്കുന്നത്, എൻ്റെ വചനത്തേലാണ് നിൽക്കുന്നത്. പിതാവേ, ചെയ്തേ പറ്റത്തുള്ളൂ. വാദിക്കുന്ന ഒരു കർത്താവ്, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവ്. ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ടാണ് ബൈബിളിൽ പൗലോസ് ലീഗ ഉൾപ്പെടെ സകല ശിഷ്യന്മാരും പറഞ്ഞത് യേശുവിനെ മുറുക്ക പിടിക്കാൻ പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? യേശുവിനെ എന്തിനാ മുറുക്ക പിടിക്കുന്നറിയാവോ? വാദിക്കുമ്പോൾ നമുക്കൊരു പവർ വേണ്ടേ? നിങ്ങൾ പറയുക, ഓ യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ഒക്കെ സ്വഭാവമല്ലേ, കിട്ടിയാ കിട്ടി എന്ന മനോഭാവത്തിലാണെങ്കിൽ കർത്താവ് എങ്ങനെ വാദിക്കും? പിതാവ് ചോദിക്കും, ഇതേ കണ്ടോ, ആ വ്യക്തി ഇരിക്കുന്നത് തന്നെ ഉണ്ട്, നിന്നെ ഒട്ടും വിശ്വാസം ഇല്ലാതിരിക്കുന്നത്. അവിടെ യേശു തലകുനിക്കപ്പെടുവല്ലേ? ഇല്ല, കർത്താവ് ഇല്ല, എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ യേശുവിലാണ് വിശ്വസിക്കുന്നത്. അവൻ എന്നെ കൈവിടത്തില്ല, അവൻ മാറാത്തവനാണ്, എനിക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. ആരെല്ലാം എന്നെ തള്ളിയാലും, ആരെല്ലാം എന്നെ കളിയാക്കിയാലും അവൻ എനിക്ക് വേണ്ടി
പ്രവർത്തിക്കും, അവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് തുള്ളി ചാടിയിട്ട് പിതാവിനോട് പറയും, പിതാവേ, ഇവനെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ, ഇവളെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ, ഇവളെ അത്ഭുതമാക്കിയേ പറ്റത്തുള്ളൂ. കാരണം എന്നറിയാവോ? എൻ്റെ നാമത്തിൽ മുറുക്ക പിടിച്ച് നിൽക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് വാദിക്കുക. എൻ്റെ പക്ഷം ചേരുമ്പം ഞാൻ യേശുവിനെ തള്ളി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രത്തോളം യേശുവിന് ദുഃഖം ഉണ്ടാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, യേശുവിനെ മുറുക്ക പിടിക്കാനുള്ള കൃപ തരണം. പരിശുദ്ധാത്മാവേ, യേശുവിനെ സംശയിക്കാതിരിക്കാനുള്ള കൃപ തരണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ബാക്കിയൊക്കെ പുറകെ വരുമെന്ന്, വീടും കാറും അത്ഭുതങ്ങളൊക്കെ പുറകെ വരും. പക്ഷെ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, എനിക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നവനാകിയാൽ, സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തന. പേടിക്കണ്ട കേട്ടോ, യേശുവിൻ്റെ പ്രാപ്തിയാണ് എൻ്റെ ഉറപ്പ്. ഈ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞോണം. കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിയിട്ട് ആരെങ്കിലും പരിഹസിച്ചാൽ അവരോട് മല്ലി വിളിക്കാൻ പോകരുത്. കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, അവൻ നിങ്ങളെ കളിയാക്കിയാൽ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. യേശു തുള്ളി ചാടുക. കാര്യം അവൻ കളിയാക്കുമ്പോൾ നിങ്ങൾ പറയും, ഓ ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ, ഞാൻ യേശുവിൻ്റെ പ്രാർത്ഥനക്കാരൻ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോൾ പറയും, ഞാൻ ഓർത്ത് നീ വലിയ പ്രാർത്ഥനക്കാരനായിരിക്കും. അവൻ സന്തോഷിക്കും, കൊള്ളാം. പക്ഷേ യേശു അവിടെ തലകുനിക്കപ്പെട്ടു. അവൻ കളിയാക്കട്ടെ, നീ പ്രാർത്ഥനക്കാരനാന്ന് പറയുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥനക്കാരിയാന്ന് പറയുമ്പോൾ, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു പറയുമ്പോൾ, അവൻ നിങ്ങളെ കളിയാക്കുമ്പോൾ, അവൻ നിങ്ങളെ പരിഹസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. പേടിക്കണ്ട, അപ്പോൾ യേശു സന്തോഷിക്കും. കാര്യം എന്താ? എൻ്റെ നാമത്തിൽ നിന്നതുകൊണ്ട്, എൻ്റെ നാമം പ്രതി നിന്നതുകൊണ്ട് കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പിതാവേ, ഇവനെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ, ഈ വ്യക്തിക്ക് അത്ഭുതം കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അവരെ രക്ഷിപ്പാൻ യേശു പ്രാപ്തന. യേശു സംസാരിച്ചാൽ പിതാവ് പറയും, കൈവിടത്തില്ല. അവിടെ ഉറപ്പിച്ചു കൊടുക്കും. എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത് മോശയല്ല, അബ്രഹാമല്ല, ഇസഹാക്കല്ല, യാക്കോബല്ല, പൗലോസ് അല്ല, പത്രോസ് അല്ല, യോഹന്നാനല്ല, സാക്ഷാൽ യേശുവാണ് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. ജയിക്കും, ഉറപ്പായും ജയിക്കും. യേശുവാ വാദിക്കുന്നത്, യേശുവാ വാദിക്കുന്നത്, യേശുവാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ അത്ഭുതം കണ്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, ഈ ഒരു അറിവിൽ പ്രാർത്ഥിച്ച്, യേശു എനിക്കുണ്ട്, കർത്താവ് കൈവിടത്തില്ല. നമുക്ക് എന്തു സങ്കടം വന്നാലും അങ്ങോട്ട് പറഞ്ഞോണം, കൂടെ ഉണ്ടെന്നേ. എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കസേര അങ്ങോട്ടിടും. എന്നിട്ട് ആ കസേര നോക്കിയിട്ട് യേശു അവിടെ ഉള്ളതുപോലെ യേശുവിനോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ആദ്യമൊക്കെ അത് വലിയ തമാശ പോലെ തോന്നി, എന്തുവാണ് ഇദ്ദേഹം കാണിക്കുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യേശു തൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയുന്നത്. യേശു നമ്മുടെ ഉള്ളിലുണ്ട്, കൂടെയുണ്ട്. അദ്ദേഹം എന്നിട്ട് തൻ്റെ വിഷമങ്ങളും തൻ്റെ ഭാരങ്ങളും ഒക്കെ യേശുവിനോട് സംസാരിക്കും, കർത്താവോട് സംസാരിക്കും. നമുക്ക് കർത്താവോട് സംസാരിക്കും. കർത്താവ്, എനിക്കൊരു യേശു ഉണ്ട്, എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കർത്താവ് യേശു എനിക്ക് വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി തീ നിങ്ങളെ പൊള്ളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്റ്റൗ കത്തിച്ചിട്ട്, ഗ്യാസ് ഓണാക്കി സ്റ്റൗ കത്തിച്ചിട്ട് കൈ വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും, ബ്രദറെ അത് മനസ്സിലിരുന്നാൽ മതി, കൈ വെച്ചാൽ എൻ്റെ കൈ പൊള്ളും, ബ്രദർ ആദ്യം വെക്കാൻ പറയും. കാര്യം നമുക്ക് വിശ്വാസമില്ല. ഇതേപോലെയാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്ക പോയി നിൽക്കാൻ പഴയ നിയമത്തിൽ ഒരു ഭക്തനോട് പറഞ്ഞാൽ അവർ പറയും, ചുമ്മാ പറ്റിക്കാൻ പറയരുത്. മോശയ്ക്ക് പോലും നിൽക്കാൻ പറ്റിയില്ല അവിടെ. പഴയ നിയമത്തിൽ ഒരു ഭക്തന് പോലും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് പിന്നെ ഒരുത്തിനും അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ പുതിയ നിയമ വിശ്വാസിയെ നമുക്ക് പറയാൻ പറ്റും, ദൈവം എന്നിൽ വസിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, തീ എൻ്റെ അകത്തിരിക്കുന്നു, ഫയർ എൻ്റെ അകത്തിരിക്കുന്നു, പക്ഷെ ഞാൻ കത്തിപ്പോകത്തില്ല. ഈ ഫയറിൻ്റെ ഒപ്പമാണ് ഞാൻ ജീവിക്കുന്നത്. ആമേൻ. സ്വർഗീയ നല്ല പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ അത്ഭുതമായി തീർന്നിരിക്കും. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. കർത്താവിൻ്റെ തിരുമുറിവ് എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എന്നെ അത്ഭുതമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ അത്ഭുതമായിരിക്കുന്നു. യേശുവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. യേശുവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നശിച്ചു പോകത്തില്ല. രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിന് അതൊന്നും മടി കാണിക്കേണ്ട, കൈവച്ച് ഒരു ലജ്ജയും വേണ്ട. ഉറക്കെ എന്നിട്ട് പറ, യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. ഞാൻ രോഗിയല്ല, ദിവ്യ ആരോഗ്യത്തിലും ദീർഘായുസ്സോടെ ചുമച്ച് കുരച്ച് രോഗിയായി ഞാൻ കിടക്കത്തില്ല. കിടക്കയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ രോഗിയായി കിടക്കത്തില്ല. ഞാൻ മരിക്കുന്നോടം വരെ ദീർഘായുസ്സോടെ ദിവ്യ ആരോഗ്യം. നിങ്ങൾ എന്തു പറയുന്നു അതേപോലെ പിതാവിനോട് വാദിക്കും യേശു. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതിൻ്റെ അർത്ഥം, നീ എന്താണോ എന്നിൽ വിശ്വസിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും. ഞാനത് മേടിച്ചു തന്നിരിക്കും. നിനക്ക് ദീർഘായുസ്സോടെ ഞാൻ ഇരിക്കും, ദിവ്യ ആരോഗ്യത്തോടെ. എൻ്റെ രോഗത്തിൻ്റെ മേൽ ഞാൻ ജയാളിയ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തിയെ പുറത്താക്കുന്നു, രോഗാത്മാവിനെ പുറത്താക്കുന്നു.
രോഗബന്ധനങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു. സമാധാനക്കേടിനെ കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഞങ്ങൾ ഇരിക്കും. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളെ കാണും. യേശു ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ കാണാൻ പോയി. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ തടസ്സങ്ങൾ മാറിപ്പോട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോട്ടെ. ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ ഇരിക്കുന്നവരുടെ കണ്ണുനീരുകളൊക്കെയും സന്തോഷമായി തീരാൻ പോവുക. ഭാരങ്ങൾ വിട്ടൊഴിയാൻ പോവുക. കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം ഉണ്ടാകാൻ പോവുക. ഇറങ്ങിപ്പോ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം മാനിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കും. ഇപ്പോൾ തന്നെ രോഗികളുടെ മേൽ കൈവച്ചാട്ടെ. കൈ എടുക്കുമ്പോൾ രോഗം അവിടെ കാണത്തില്ല. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 നന്ദി പിതാവേ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ പ്രാർത്ഥനാ വിഷയത്തെ മുഴുവനും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വഹിച്ചു അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഈ ദിവസങ്ങളിൽ എന്താണോ നിങ്ങളുടെ റിസൾട്ട് അത് കാണാൻ പോവുകയാണ്, അനുഭവിക്കാൻ പോവുകയാണ്. യേശു ജീവിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യങ്ങളുള്ളവർ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ. അപ്പം നാളെ ഞാൻ ചോദിക്കും, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് വാദിക്കുന്ന ഒരു കർത്താവുള്ള. ഈ വാക്യങ്ങൾ മറക്കരുത്. ഓരോ ദിവസവും ഈ വചനത്തിൽ വേണം നമ്മൾ നടക്കാൻ. വേറെ ഒന്നും ചെയ്യേണ്ട. യേശുവാണ് അനുഗ്രഹം. നമ്മുടെ കീവേഡ് ഇതാണ്, യേശുവാണ് അനുഗ്രഹം. ബാക്കിയൊക്കെ അതിൻ്റെ റിസൾട്ടുകളാണ്. ബാക്കി നമുക്ക് ലഭിക്കുന്നത് മുഴുവൻ ബോണസുകളാണ്. യേശുവിലൂടെ കിട്ടുന്നതാണ്. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് നിങ്ങളുടെ മുമ്പിലേക്ക് അത് വരാൻ പോവുകയാണ്. വചനം ചേർത്ത് തന്നതിന് നന്ദി, ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. പറഞ്ഞു. എനിക്കൊരു ചെറിയ സാക്ഷിയുണ്ട് പറയാൻ. പറഞ്ഞു. ഞാൻ ഇന്ന് ബ്രദറെ ഒരാൾക്ക് ഇച്ചിരി പലിശ പൈസ കൊടുക്കണമായിരുന്നു. പലിശ പൈസ കൊടുത്തില്ലെങ്കിൽ അവര് എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി 2-3 ദിവസം കൊണ്ട് ഭയങ്കര ഭാരത്തിയിരുന്നു. എന്തായാലും ഞാൻ ആ പൈസ ഉണ്ടാക്കി. വലിയ എമൗണ്ട് ഇല്ല, എന്നാലും 3000 രൂപയേ ഉള്ളൂ. ഞാൻ അത് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 11 മണിക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാം, ബഹളം ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നാ പൈസയും കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന അങ്ങോട്ട് വഴിക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ അവിടെ ഒരു കരിങ്കൊടി വയ്ക്കുകയോ ഒരു ആംബുലൻസ് കിടക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ വീട്ടിൽ എന്തോ സംഭവിച്ചു, എന്റെ ഏറ്റവും അടുത്ത ഒരാളാണല്ലോ, ഇതിന്റെ കൂട്ടുകാരിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വണ്ടി നിർത്തി അവിടെ ചെന്നു. അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പം വലിയ പ്രായമൊന്നുമില്ല, ഒരു 48 വയസ്സെങ്ങാണ്ടേ ഉള്ളു. ആ ഭർത്താവ് മരിച്ച്, ഭാര്യ ഒരു മോള് കുഞ്ഞും വേറൊരു കുഞ്ഞും കൂടെ അടുത്തിരിക്കുന്നു. അപ്പൊ ആംബുലൻസുകാരനെ വിടാൻ പോലും ആ കുഞ്ഞിന്റെ കയ്യിൽ ആ വീട്ടിൽ പൈസ ഇല്ലാതിരിക്കുന്നു. ഒരുപാട് ജനങ്ങളും കൂടിയിരിക്കുന്നു, സമ്പന്നരും എല്ലാരും. അപ്പൊ ഈ കൊച്ചു തള്ളയോട് പറയുന്ന, അമ്മ ആംബുലൻസുകാരെ നിക്കുന്നു. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇതൊക്കെ ആയിട്ടോണ്ട് കണ്ടുകൊണ്ട് നിൽക്കും. അപ്പൊ ഞാൻ എന്റെ കർത്താവ് ദിവസം അടുത്ത ഒരു ദിവസങ്ങളിൽ പ്രഭാത ഇപ്പൊ ഒന്ന് പറഞ്ഞായിരുന്നു, അന്ന് കാശ് കൊണ്ട് പോയ കുഞ്ഞിന് കാൾപ്പോളം മേടിക്കാൻ കൊണ്ടുപോയ കാര്യം ഞാൻ എളുപ്പം എടുത്ത് കാശ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളും കൊണ്ടുവന്ന് ആംബുലൻസുകാരുടെ കൈ കൊടുത്തിട്ടു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി റോഡിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർപ്പോയി, ഇനി ഞാൻ എങ്ങോട്ട് പോകണം? അവരുടെ വീട്ടിലോട്ട് പോയി പൈസ കൊടുത്തില്ലെങ്കിൽ അവരെ എന്നെ പറ്റിച്ചാന്ന് പറഞ്ഞ് വഴക്ക് പറയും. എനിക്ക് തിരിച്ച് എങ്ങോട്ട് വരണമെന്ന് അറിയാൻ വയ്യ. ഞാൻ ഇച്ചിരി നേരം ഒരു ചെറിയ പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെ എനിക്കൊരു വലിയ സാക്ഷ്യം കർത്താവദാസൻ തന്ന് എനിക്കൊരു അനുഗ്രഹമായിരുന്നു അത് ഞാൻ കൊടുത്തതിൽ. എനിക്ക് ഒരുപാട് അനുഗ്രഹം വന്നു. പലിശക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ 2 വഴക്ക് പറഞ്ഞോട്ടെന്ന് വിചാരിച്ച്. അത് അങ്ങയുടെ അന്നത്തെ ആ വചനം എനിക്കതങ്ങ് അങ്ങയുടെ അതെനിക്ക് ഇന്നങ്ങ് അനുഭവം, എനിക്ക് ഒത്തിരി അനുഗ്രഹമായി. ആമീൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുവാൻ, ആ ഒരു നന്മ ആ സമയത്ത് കൊടുക്കുക. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും
നമ്മുടെ കയ്യിൽ ചില നന്മകൾ വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഞാൻ നഗ്നനായി വന്ന് നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ രോഗിയായി വന്ന് നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല, ഞാൻ വിശന്നു വന്ന് നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവ് നീ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. നിസ്സഹായരായവർക്ക് വേണ്ടി നാം സഹായിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഞാനെങ്കിൽ സിസ്റ്റർ എന്ന് ചെയ്തപ്പോൾ മറ്റൊരാവശ്യത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്, വലിയ ആവശ്യത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ അതവിടെ കൊടുത്തപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് കർത്താവിൻ്റെ നാമത്തിലാണ്. അവിടെ ദൈവം കണ്ടിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞ വചനം പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പല രീതിയിലും വരും, എന്നാൽ നിങ്ങൾ അവർക്ക് ചെയ്യുമ്പോൾ അത് എനിക്കാണ് ചെയ്യുന്നതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്ത് കർത്താവ് ഈ മകളത് ചെയ്തത് ഹൃദയത്തിൽ അത് തോന്നി. അനേകർ അവിടെ ഉണ്ടായിട്ടും അവർക്ക് തോന്നാത്തത് മകളുടെ ഹൃദയത്തിൽ തോന്നി ചെയ്തത് ഉണ്ടായിട്ടല്ല കർത്താവ്. ആ ശൂന്യതയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്ന് വിതച്ചപ്പോൾ അതിനെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളത് കാണും, ഈ ദിവസങ്ങളിൽ ഞങ്ങളത് അനുഭവിക്കും. പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നപ്പ വലിയ കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രിയ അന്നമ്മ സൗകര്യക്ക് ഇപ്പോൾ ഒരിക്കൽ പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചാണ്, പ്രിയ മകള് സ്തോത്രം. കാഴ്ചയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഐ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ കാഴ്ചയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈവച്ച് അന്നമ്മ സൗകര്യം കേൾക്കുന്നുണ്ടെങ്കിൽ ആ കൈ എടുത്ത് അവിടെ വെച്ച് ആ കണ്ണിലോട്ട് കൈ വെച്ചിട്ട് പറ, യേശു സൃഷ്ടിച്ച കണ്ണുകളാണിത്, ഇത് ദൈവം നിലത്ത് പൊടിയിൽ നിന്നുണ്ടാക്കിയ കണ്ണുകളാണ്, യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ കുരുടനെ കാണിക്കുന്ന ദൈവം. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ ശക്തി ആ കണ്ണുകളുടെ മേലെ അടിക്കട്ടെ, ഇപ്പോൾ തന്നെ കാഴ്ച വർദ്ധിക്കട്ടെ. കണ്ണാടി വെക്കുന്നത് കൊണ്ടല്ല, അതിനേക്കാൾ പവർ അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കാഴ്ച വർദ്ധിക്കട്ടെ, കാഴ്ച വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ചെയ്ത് സംഭവിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ. നമുക്ക് മുന്നോട്ട് വിശ്വാസ ഹല്ലേലൂയ. പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ബ്രദറെ, മ്യൂട്ട് എനിക്ക് ചെയ്താട്ട് വിശ്വാസം പറയാനുണ്ട്. തീർച്ചയായും പറഞ്ഞു. ബ്രദറെ, ഞാൻ മോന് കുറച്ചു ദിവസം ഭയങ്കര പല്ലുവേദനയായിരുന്നു. പിന്നെ പല്ല് അത് റൂട്ട് കനാൽ ചെയ്യണം. അവൻ ബോംബെയിലാണ്. അപ്പം നാട്ടിൽ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല, ഭയങ്കര വേദന. ഞാൻ ബ്രദറിനോട് വിളിച്ചു പറഞ്ഞിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു, ഒപ്പം ഞാനും പ്രാർത്ഥിച്ചു. ദൈവം ആ വേദന മാറ്റിക്കൊടുത്തു. ഇപ്പൊ 2 ആഴ്ചയായിട്ട് വേദനയില്ല. നാട്ടിൽ വരുന്ന വരെയും ആ വേദന മാറി. കേൾക്കുമ്പോ എല്ലാവർക്കും നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അത് അവൻ ഒറ്റയ്ക്കാണ്, അവിടെ ആരുമില്ല. അപ്പൊ അവന് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ വേദന മാറ്റിക്കൊടുത്തു ദൈവം. അതിന് ആയിരം ആമേൻ. നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിന്. തീർച്ചയായും സിസ്റ്റർ പറഞ്ഞതുപോലെ നിസ്സാര കാര്യമല്ല. ഒരു വേദന അനുഭവിക്കുമ്പോൾ നമുക്കറിയാം, ഒരാളുടെ വേദന മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് വലുതായിട്ട് തോന്നത്തില്ല, പക്ഷെ അനുഭവിക്കുന്ന ആൾക്കത് വലുതാണ്. ആ വേദന അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ആ വേദനയിൽ നിന്ന് പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമുട്ടിൽ നിന്നും കർത്താവ് ഇന്ന് വേഗത്തിൽ ഒരു സൗഖ്യം കൊടുത്തു, വേഗത്തിൽ ആ വേദനയിൽ നിന്നൊരു മോചനം കൊടുത്തു. ദൈവത്തിൻ്റെ വലിയതാണ്. ഞാൻ പറഞ്ഞില്ല, വേദന ഏതും ആയിക്കോട്ടെ, ബൈബിൾ പറയുന്നത് യേശു നമ്മുടെ വേദനകളെ ചുമന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി അവിടെ പതിഞ്ഞല്ലോ. കൊടുത്ത ആ മാറ്റത്തിന് നന്ദി, സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സൗണ്ട് മ്യൂട്ട് ചെയ്ത് എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും പറഞ്ഞു.